കൃപാസനത്തിന് ഭയങ്കര കരുത്താണ്. എന്താ കാര്യം എന്നറിയോ? 89 തുടങ്ങിയ ശുശ്രൂഷയാണ്. ഞാൻ 84 ഒരു സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിൽ അമ്മയില്ലായിരുന്നു, ആ സ്വപ്നത്തിൽ പക്ഷേ ഈശോ ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനാകാൻ മുമ്പൊരു സ്വപ്നം ഈശോനെ കാണിച്ചായിരുന്നു. എൻ്റെ നാട്ടിൽ, എൻ്റെ കടപ്പുറത്ത്, വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് റോഡിൻ്റെ അവിടെ വെറുതെ ഒരു തുണിയൊന്നും വിരിക്കാത്ത ഒരു സ്റ്റൂള്, ഒരു ബെഞ്ച്, അവിടെ തുണിയൊന്നും വിരിക്കാതെ ഈശോ ഇങ്ങനെ ഇരിക്കണം. ഞാൻ ഈശോൻ്റെ പുറകിലൊരു കസേര ഇരിക്കണം. പക്ഷെ സ്വപ്നത്തിലായതുകൊണ്ട് ഞാൻ നേരെയാണെങ്കിൽ കസേര ഇരിക്കത്തില്ല, ഈശോ ഇരിക്കുമ്പോൾ മുട്ട നിൽക്കേ ഉള്ളൂ. എന്നിട്ട് കുറേ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് 84 സ്വപ്നം. പിന്നീട് അച്ഛനായപ്പോൾ സംഭവിച്ചത് അത് തന്നെയാണ്. ഈശോ എപ്പോഴും ഉണ്ടായിരുന്നു കൂടെ. കടലോരത്തിൻ്റെ മഹാകൺവെൻഷൻ നടത്തുമ്പോഴും ദിവ്യകുർബാനയുടെ പടം വെച്ചാണ് ഞാൻ ആ കൺവെൻഷൻ്റെ പോസ്റ്റർ ഉണ്ടാക്കിയത്. ദിവ്യകുർബാനയിൽ ഈശോ. ഈ ഈശോയുമായിട്ട് അമ്മ പ്രത്യക്ഷപ്പെടുന്ന 2004 വരെ സഞ്ചരിച്ചപ്പോൾ 84 തൊട്ട് 2004 വരെയുള്ള കാലഘട്ടങ്ങൾ 20 കൊല്ലം നടന്ന കൗൺസിലിംഗ് ഇല്ലേ? കൗൺസിലിംഗ് അച്ഛനായി തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയതാണ്. ആ 20 കൊല്ലത്തെ കൗൺസിലിങ്ങിന് വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വേദനകൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, വസ്തുതർക്കങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ എല്ലാം ഓർത്തിട്ട് ഞാൻ ഈശോനോട് എപ്പോഴും സങ്കടപ്പെടും. ഈശോനെ, എന്തോ ഒരു കഷ്ടമാണ് മനുഷ്യൻ പെട്ടുകൂട്ടുന്ന വേവലാതികൾ, ഇതിനൊക്കെ എങ്ങനെ പരിഹാരം ഉണ്ടാകും? എങ്ങനെയെങ്കിലും ഇതിന് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ എപ്പോഴും ഈശോയോട് അവലാതിപ്പെടും. എൻ്റെ ആത്മദുഃഖമാണ്, അത് ഈശോയോട് പറയും. സത്യം പറഞ്ഞ് ഇപ്പം എനിക്ക് മനസ്സിലാവണത്, ആ ഒരു പ്രാർത്ഥനയുടെ കൂടി അത്രയും കാലത്തെ ഉപവാസമില്ലേ, 20 കൊല്ലത്തെ ഉപവാസമില്ലേ, 20 കൊല്ലത്തെ പ്രാർത്ഥനയില്ലേ, അതിനെല്ലാം കൂടി ഈശോ തന്ന ഒരു പരിഹാരമാണ് പരിശുദ്ധ അമ്മ. എന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് 10 വർഷം അനക്കിയില്ല. 10 വർഷം അനക്കിയില്ലല്ലോ. അമ്മ പ്രത്യക്ഷപ്പെട്ട കാര്യം അന്ന് ഇവിടെ ധ്യാനകേന്ദ്രം പോലും ഇല്ല. കാറ്റാടിക്കൊമ്പയിൽ ഈ ഒരു ഹോളുണ്ട്, പക്ഷേ ഹോളിന് ഭിത്തിയൊന്നുമില്ല. ഒരു അപ്രസ്തോ ഷീറ്റ് ഇങ്ങനെ നിൽക്കേണ്ട ഒരു കാലമായിരുന്നു അത്. തുടങ്ങിയതേ ഉള്ളൂ. 10,000 പേരൊക്കെ ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക്. അന്ന് ഒരു 2 കൂട്ടായ്മ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ എങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ, അന്ന് മുതൽ എല്ലാവരോടും ഞാൻ പറയും. പക്ഷേ ഒഫീഷ്യൽ ഡിക്ലെയർ ചെയ്യത്തില്ല. എൻ്റെ പ്രിൻറ്റിങ് മാറ്റർ ഒന്നും കൊടുക്കത്തില്ല. പ്രിൻറ്റിങ് മാറ്റർ കൊടുത്ത് അച്ചടിച്ച് ജനത്തിൻ്റെ കയ്യിൽ കൊടുത്തത് വാടിപ്പെട്ടി ചെന്നപ്പോഴാണ്. കയറണ്ടെന്ന് എന്നോട് കർക്കശമായി പറഞ്ഞിട്ട് ഞാൻ വാടിപ്പെട്ടി പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് വിജയകുമാറിനെ കൊണ്ട് നേർച്ച ഇടിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് അമ്മ തന്ന പ്രാർത്ഥനയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് വൈക്കത്തുകാരത്തി സുഖപ്പെട്ടത്. പിന്നെ എനിക്ക് മനസ്സിലായി അമ്മ ഇറങ്ങി സമയമായിരുന്നു, എൻ്റെ സമയമായിരുന്നു. നിങ്ങൾ കൃപാസനത്തിൽ നിങ്ങൾ വരുമ്പോൾ ഓർക്കണം, നിങ്ങൾ എന്ത് ഉടമ്പടിയിൽ എഴുതിയിട്ടിട്ടുണ്ടോ അതിന് ഉത്തരവാദി അമ്മയാണ്, നിങ്ങളല്ല. നിങ്ങൾ ഉത്തരവാദിയാകുന്ന സംഭവം ഏതാണെന്നറിയാവോ? പച്ച പേപ്പർ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരവാദി. ആ വെള്ളപ്പേപ്പർ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? അമ്മയാണ് ഉത്തരവാദി. എന്തും എഴുതാമെന്ന് പറഞ്ഞില്ലേ? 6 കാര്യങ്ങളല്ലേ കനായിലെ കല്യാണ കൽഭരണികളിലെ 6 കൽഭരണി വെച്ചതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ പരിശുദ്ധ അമ്മ 6 കൽഭരണികൾ വെച്ചിരിക്കുന്നത്. അമ്മ മാറത്തില്ല. അമ്മ മാറിയാൽ എന്ത് പറയും? ഈശോ പറയും സമയമായില്ലെന്ന് പറയും. അതുകൊണ്ട് അമ്മ അവിടുന്ന് മാറത്തില്ല. അപ്പം മാറാതെ നിൽക്കുന്ന കാരണം ഈശോക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഉടമ്പടിയുടെ ബലവും കരുത്തും. കൈ അടിച്ച് കിടന്ന സന്തോഷത്തോടെ ആരവത്തോടെ സന്തോഷത്തോടെ അപ്പൊ 2 ഉത്തരവാദികളാണുള്ള ഉടമ്പടിക്ക്. വെള്ളപ്പേപ്പറിന്റെ ഉത്തരവാദിത്വം ആർക്കാ? വെള്ളപ്പേപ്പർ എഴുതിയിരിക്കുന്ന 6 കാര്യങ്ങൾ ഉത്തരവാദി ആരാണ്?
നമ്മളല്ല, അമ്മയാ, അല്ലേ? നമ്മൾ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉടമ്പടി പ്രകാരം വാഗ്ദാന പേടകമായ അമ്മയ്ക്ക് അത് ഏൽപ്പിച്ചിരിക്കുക. പച്ച പേപ്പറുണ്ട്, അതിൻ്റെ ഉത്തരവാദി ആരാ? അത് നമ്മളാണ്. അതാണ് അതിൻ്റെ ഉത്തരവാദിയാണ് നമ്മളെ. 3 പ്രാവശ്യം കാര്യം 3 പാപങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കും. 3 പാപങ്ങളല്ല, 30 പാപങ്ങൾ ഉപേക്ഷിച്ചാലും നമ്മൾ വിശ്വസ്തരായി മാറും. എന്താ? ആദ്യഘട്ടം 3 പാപങ്ങളെന്നാണ് എൻ്റെ അർത്ഥം. ആദ്യഘട്ടം. ഇപ്പം അമ്മ വേറൊരു സാക്ഷ്യം തുടങ്ങിയില്ല ഇപ്പോഴേ, അത് ഈ ഒരു 2-3 മാസം ആയുള്ളൂ. 55 കൊല്ലമായി മദ്യപാനം, സിഗരറ്റ് വലി. ഉടമ്പടി എടുത്തപ്പോൾ തീർന്നെന്ന്. ഉടമ്പടി എടുത്ത ദിവസം തീർന്നെന്ന്. നമുക്ക് അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? പുകവലിയ മദ്യപാനമൊക്കെ മാറണം. ആശുപത്രി 10, 20, 12 കൊല്ലമായ അതൊക്കെ മാറണമെങ്കിൽ തന്നെയും ആശുപത്രിയിൽ എത്ര കാലം കിടക്കണം. ആ അപ്പച്ചനെ ഞാൻ കണ്ടു, സെബാസ്റ്റ്യൻ അപ്പച്ചൻ, പത്തനംതിട്ടയെന്ന്. അപ്പം അദ്ദേഹം എന്നോടും പറഞ്ഞു, അച്ഛാ ഇതെന്ത് പരിപാടിയെന്ന് ചോദിച്ചാൽ പറഞ്ഞ അമ്മ പരിപാടിയാണ്, അല്ലെ ഇപ്പം എൻ്റെ പരിപാടിയാണ്. അതായത് 55 കൊല്ലം ഞാൻ വലിക്കുന്ന വെച്ചാൽ 30 സിഗരറ്റ് എനിക്കൊരു ദിവസം വേണം. എന്നിട്ട് ബ്ലഡിൻ്റെ അകത്ത് കയറി മരിയൻ സ്പിരിറ്റ് ആ മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ അകത്ത് കയറുകയും എന്നിട്ട് അതിൻ്റെ അകത്ത് നിക്കോട്ടിൻ മുഴുവൻ നിർവീര്യമാക്കി കളയും. ഒരു ശാസ്ത്രീയമായിട്ടൊരു മനുഷ്യൻ പുകവലി നിർത്തുന്നത് എങ്ങനെയാണ്? ആ നിക്കോട്ടിൻ നിർവീര്യമാക്കിയിട്ട് ആസക്തിയുടെ മേൽ കർത്താവ് ബന്ധിച്ച് കളഞ്ഞു. കൈ അടിച്ച് കർത്താവ് സന്തോഷത്തോടെ പാടുക. എന്നെ സാന്ത്വനമായി കൃപയരുക കൃപയരുക അളവന്നെ പകർന്നിടുക ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. ദൈവവേദനെ ഹൃദയം സന്തോഷം കൊണ്ട് നിറക്കുന്നേ. നിന്റെ നിരാശ എടുത്ത് മാറ്റ്. ഹൃദയം സന്തോഷം കൊണ്ട് നിറക്ക്. ഇപ്പം നമ്മുടെ വീട്ടിലെ രോഗിയാണ് കിടക്കണമെന്ന് വിചാരിച്ചോ, നമ്മുടെ ഏറ്റവും ആ രോഗിയായിട്ടുള്ള ആളാണ് അപ്പൻ രോഗിയായിട്ട് കിടക്കണമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും രോഗിയായിട്ട് കിടക്കണം. നമ്മൾ ആശിച്ചും സ്നേഹിച്ചും കൊതിച്ചും സന്തോഷിച്ചും ഇരിക്കണ ഒരാൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൻ്റെ രോഗം നമ്മൾ അപ്പം മറക്കും. ഓ ചേട്ടായി വന്നല്ല, മതി ഇനി കുഴപ്പമില്ലെന്ന് പറയും, അല്ലേ? 5 വർഷമായിട്ട് പോയിരിക്കണ ചേട്ടായി അപ്പൻ്റെ അസുഖം കേടി ഇപ്പം പെങ്ങളും അമ്മയൊക്കെ വേദനിച്ചും വിഷമിച്ചൊക്കെ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പനിങ്ങനെ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ചേട്ടായി പെട്ടെന്ന് വന്ന് ഇറങ്ങണത്. കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ദുഃഖം മറക്കുക. എന്താ? ഇനി ചേട്ടായി ഉണ്ടല്ല, ഇനി നമുക്കൊരു കരുത്തുണ്ടല്ല, എന്തുകൊണ്ടും ചെയ്യാനുള്ള ആളുണ്ടല്ല എന്ന് പറയും. അതുപോലെ ആയിരിക്കണം. നമുക്ക് രോഗമുണ്ട്, ക്ഷീണമുണ്ട്. നമ്മൾ ഉടമ്പടി ചെയ്തപ്പോഴേ ഇനി അമ്മയുണ്ടല്ല എന്ന് പറയുമ്പോഴേ ചേട്ടായി വന്നിറങ്ങണേനേക്കാൾ 1000 മടങ്ങ് സന്തോഷം നിനക്ക് ഉണ്ടാവേണ്ട ദൈവവേദനെ. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിന് മ്ലാനത നീ മാറ്റിക്കളയുക. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ. കരുണയിൽ സാഗരമേ ശോകക്കൊടുമയിലേ വിടുമ്പോ കരുണയിൽ സാഗരമേ ശോകക്കൊടുമ സാന്ത്വനമായി നടത്താം സന്തോഷത്തോടെ. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുക കൃപയരുക അളവന്നെ പകർന്നിടുക ഈ ഭൂവിലൻ യാത്രയിൽ ഇപ്പം മൂന്ന് സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഒരു ഗുളിക, ഒരു ഗോലി പോലത്തെ ഒരു ഗുളിക. ഗുളിക എന്ന് വെച്ചാൽ വയറിൻ്റെ അകത്ത് എവിടെയോ ആണ്, അവയവത്തിനകത്ത് എവിടെ ഇരിക്കുന്നതാണ്. ഒരു ഗോലി, അരിയാസ് പോലത്തെ വട്ട്, അരിയാസ് വട്ടല്ലേ,
അതുപോലെ അതിനേക്കാൾ ചെറുതായിട്ടുള്ളൊരു ഗോലി. അത് മാംസമാണ്, മാംസമല്ല. കല്ലാണ്, കല്ലല്ല. റബ്ബറാണ്, റബ്ബറല്ല. ഒരു ഗുളിക, ഒരു ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. കർത്താവ് ഇപ്പം ആ സ്ഥാനം അപ്രത്യക്ഷമാക്കുകയാണ്. സന്തോഷത്തോടെ, സന്തോഷം നിറയട്ടെ ദൈവം. ഇതിലെ എന്റെ സാന്ത്വനമായി നടത്താം. മേഘത്തിൽ നടലരുളി എന്നെ സാന്ത്വനമായി നടത്താം. രണ്ടാമത്തെ സന്ദേശം നീര് വന്ന ഒരു തുടഭാഗമാണ്. തുടയും മുട്ടും പോലെയുള്ളതാണ് എനിക്ക് തോന്നണത്. അത് നീര് വന്നിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പൊടിയുന്ന രക്തം ചുവപ്പ് നിറമല്ല, മഞ്ഞ നിറമല്ല, ഓറഞ്ച് നിറത്തിലുള്ള രക്തമാണ്. രക്തത്തിൻ്റെ പവർ പോയെന്നർത്ഥം. നീര് കൂടിയ രക്തം ഓറഞ്ച് നിറത്തിലുള്ളത്. തൊടിയുടെ ഭാഗത്ത് നീരുള്ള സ്ഥലത്ത്, ആ സ്ഥലത്തെ ഓറഞ്ച് നിറത്തിലുള്ള രക്തത്തിന് തുള്ളികൾ പൊടിക്കുന്ന നീര് വെച്ച ആ ശരീരത്തെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. പകർന്നിടുക ഈ ഭൂവിലൻ യാത്രയതിൽ കൃപയരുക. സന്തോഷത്തോടെ, ആവേശത്തോടെ പകർന്നിടുക ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. മൂന്നാമത്തെ സന്ദേശം കാല് തേമ്പിപ്പോയ ഒരു ഗർഭത്തെ ശിശുവാണ്. അതായത് സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അതായത് നിങ്ങളോട് പറഞ്ഞു കാണും. അതായത് കൊച്ചിൻ്റെ അരക്കെട്ട് വരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ഗർഭത്തെ ശിശുവാണ്, കുഞ്ഞിൻ്റെ അരക്കെട്ട്. പക്ഷേ ഞാൻ ഗർഭശിശുവാണെന്ന് പറഞ്ഞത് ഗർഭത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ കുഞ്ഞിന് ഞാൻ ആദ്യം ദർശനത്തിൽ കാണുമ്പോൾ ഗർഭത്തെ ശിശു അല്ലായിരുന്നത്. അതൊരു വയസ്സെങ്കിലും ഉള്ളൊരു കൊച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈശോ രണ്ടും ഗർഭശിശുവിന് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ സന്ദേശം ഓർക്കണം, അരക്കെട്ടിന് താഴേക്കുള്ള ഭാഗങ്ങൾ തേമ്പിയിരിക്കുന്നു. എന്നിട്ട് ബലമില്ല, ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു. അത് കാലാന്തരത്തിൽ അങ്ങനെ വരത്തുള്ളത്. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, എപ്പോഴും കിടക്കേണ്ടി വരും. ഈ അരക്കെട്ടിന് താഴേക്ക് തേമ്പിയിരിക്കുന്ന, കാലുകൾ രണ്ടും തേമ്പിയിരിക്കുന്ന കുഞ്ഞിനെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു.